അതേസമയം LDF സ്ഥാനാർത്ഥികൾ വളരെ സജീവമായ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. നിലവിൽ UDFനൊപ്പമാണ് മണ്ഡലമെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്ന് സി രവീന്ദ്രനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായതിനാൽ സ്വസ്ഥത ആഗ്രഹിക്കുന്നവരൊക്കെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നതാണ് പ്രതീക്ഷയെന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ചാലക്കുടി മണ്ഡലം. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ആത്മവിശ്വാസം എങ്ങനെയാണ്? പൂർണ്ണമായ ആത്മവിശ്വാസമാണ്. LDF ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. കൊടകരയുടെ അവസാനത്തെ MLA ആണ്, പുതുക്കാടിന്റെ ആദ്യത്തെ MLA ആണ്. ഇവിടെ രണ്ടിടത്തും ഒരു മോഡൽ, അതായത് സംസ്ഥാനത്തിന് കാണിച്ചു കൊടുക്കാവുന്ന എക്കാലത്തെയും മികച്ച ഒരു മോഡൽ മാഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിലും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ കൊടകര നിയോജകമണ്ഡലത്തിലും പുതുക്കാട് നിയോജകമണ്ഡലത്തിലും സുസ്ഥിര വികസന പദ്ധതി എന്ന രീതിയിൽ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ സഹായത്തോടുകൂടി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ അതേപോലെ തന്നെ പല മാതൃകകൾ സൃഷ്ടിക്കാനുള്ള ഭൂമിക ഉണ്ട്. ഇപ്പോൾ കാലടി സർവകലാശാല ഈ മണ്ഡലത്തിലാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച നവകേരള സങ്കല്പം ഉണ്ട്. ആ നവകേരള സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈജ്ഞാനിക സമൂഹം എന്നുള്ളതാണ്. അത് ആധുനിക നോളജ് ഇക്കോണമിയിൽ ഒരു വലിയ സ്ഥാനമുള്ളതാണ്. അപ്പം അതിൽ ഏറ്റവും സാധിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികത ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും, സാംസ്കാരിക മേഖലയിലായാലും പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ അത് പലതരത്തിലുള്ള വ്യവസായ സാധ്യതകളും പുതിയത് വരികയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഒരു വലിയ കുതിച്ചുചാട്ടം ആധുനിക തലത്തിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതെല്ലാം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ചാലക്കുടി നിയോജക മണ്ഡലം. ആ രീതിയിൽ ഒരു മാതൃക, ഒരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ തുടങ്ങേണ്ട വലിയൊരു സംഭവമാണ്. കാരണം ഒരു ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി, MP എന്ന രീതിയിൽ താഴെത്തട്ടിലുള്ള എല്ലാ ജനപ്രതിനിധികളുടെ ആവശ്യവും പ്രവർത്തനവും ഏകീകരിക്കണം. ഇൻറ്റഗ്രേഷൻ, അതാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ അഭിപ്രായവും ജനപ്രതിനിധികളുടെ പ്രവർത്തനവും ഏകോപിപ്പിച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ കേന്ദ്ര തലത്തിൽ നിന്നും ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്തതാണ് യഥാർത്ഥത്തിൽ MP എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ആ രീതിയിൽ ഒരു മാതൃക സൃഷ്ടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ UDFനൊപ്പം കുറേ കാലം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ അട്ടിമറി വിജയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി മാഷിൻ്റെ മേലെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ പ്രായോഗികമാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് ഒരു വലിയ രാഷ്ട്രീയ സമരമാണ്. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം പോലും ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിൽ പങ്കാളിയാവാൻ എനിക്ക് അവസരം തന്ന ഇതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എൻ്റെ പ്രസ്ഥാനത്തിനോട്. അതേസമയം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇടതുപക്ഷ പ്രവർത്തകർ പലരും ജയിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ കൂടുതൽ ജയിച്ചിട്ടുള്ള UDFൻ്റെ ഭാഗത്തുനിന്നാണ്. പക്ഷേ ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്ന് ഇടതുപക്ഷ നേതാക്കൾ വിജയിച്ചിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സും വർത്തമാനകാല രാഷ്ട്രീയവും, അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായ മതനിരപേക്ഷത, ഫെഡറലിസം, ആ സങ്കല്പങ്ങളെല്ലാം ചേർത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമുള്ളപ്പോൾ ചാലക്കുടിയുടെ ഇടതുപക്ഷ മനസ്സും ഈ രാഷ്ട്രീയ അന്തരീക്ഷവും സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും രാഷ്ട്രീയമായി അതിൻ്റെ ശാസ്ത്രം നോക്കിയാലും അതിൻ്റെ ചരിത്രം നോക്കിയാലും ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കും. തൃശ്ശൂർ മണ്ഡലത്തിലെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ഇൻക്ലൂഡാണ് ചാലക്കുടിയിൽ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ഇൻക്ലൂഡഡാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മോദി ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പ്രചാരണത്തിനെത്തുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് മറിയും, അങ്ങനത്തെ ഒരു ആശങ്കയുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ന് ഇന്ത്യയിൽ വർഗീയ ചിന്ത ഉണർന്നു വരാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നിസ്സംശയം ജനങ്ങൾ പറയുന്നത്
ഇടതുപക്ഷം എന്ന് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതായത് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെയും, സൈദ്ധാന്തികമായിട്ട് പണ്ടേ നമുക്കറിയാം, അനുഭവത്തിലൂടെയും വർഗീയത ചെറുക്കാൻ, മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിക്കാൻ. ഞാൻ ചോദിച്ചത് പാർട്ടി വോട്ടുകളെ പറ്റിയല്ലേ. ഇപ്പം മാഷിനൊരു വൈബുണ്ട്, മാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എന്താ പറയുക വൈബിൽ, അതെ, ഇമേജിൽ നിന്നുണ്ടാകുന്ന കുറച്ച് നിഷ്പക്ഷ വോട്ടുകളുണ്ടല്ലോ, ഞാൻ അതിനെ പറ്റി. തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. അതല്ല പ്രധാനപ്പെട്ടത്. എന്നുവെച്ചാൽ പ്രസ്ഥാനത്തിനാണ് വോട്ട്. മറ്റ് വ്യക്തികൾക്ക് വോട്ടുണ്ടാവാം, ചില സംഘടന, അതൊക്കെ വളരെ ചെറിയൊരു ശതമാനമായിരിക്കും. ബൾക്ക് വോട്ട് എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിനുള്ള വോട്ട് തന്നെയാണ്. പ്രസ്ഥാനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി വിൽക്കണമെന്നല്ലെങ്കിൽ സി രവീന്ദ്രനാഥിന് വലിയ സ്ഥാനമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അവിടെ സ്ഥാനം. അതുകൊണ്ട് ഒരു ഉത്തരം എന്ന രീതിയിൽ പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ ചില നേരത്തെ പറഞ്ഞ പോലെ മാതൃക സൃഷ്ടിച്ചുകൊണ്ടുള്ള ചില നിഷ്പക്ഷ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏത് വെച്ച് നോക്കിയാലും ഈ തവണ ചാലക്കുടിയിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ. മതനിരപേക്ഷതയും ജനാധിപത്യവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സമര രീതി എന്നാണ് ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഞാൻ പ്രതികരിച്ചു കേട്ടത്. അപ്പോൾ മാഷ് എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? ഏറ്റവും വലിയ സമരമാണത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ മതനിരപേക്ഷതയും ഫെഡറലിസവുമാണ്. പിന്നെ വലിയ നല്ലൊരു ഭരണഘടനയും. ഇത് മൂന്നും വല്ലാത്ത ഭീഷണിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വിദ്യാഭ്യാസ പ്രക്രിയ തന്നെയാവണം. ഒരു ചലനം മനസ്സിലുണ്ടാക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ പരിപാടിയാവണം. ആ പരിപാടി ഉണ്ടാക്കാൻ ഈ സമരപ്രക്രിയയിലൂടെ കഴിയുള്ളൂ. തെരുവുകളിലുള്ള സമരങ്ങളും ക്ലാസ്സുകളിലുള്ള സമരങ്ങളും അത് സമൂഹത്തിൻ്റെ മനസ്സിനെ ഉണർത്തും. ആ വിദ്യാഭ്യാസ പ്രക്രിയ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അതൊരു സമരം തന്നെയാണ്. ഏത് തരത്തിലുള്ള സമരത്തിലൂടെയും മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ സ്വസ്ഥമായ ജീവിതം ഈ മണ്ണിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആരെല്ലാം സ്വസ്ഥത ആഗ്രഹിക്കുന്നുവോ അവരാദ്യം ചെയ്യേണ്ടത് മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിക്കില്ല. അതിൻ്റെ കാവലാളായി നിൽക്കാൻ ഇടതുപക്ഷം എന്നും ശ്രമിച്ചിട്ടുണ്ട്, എന്നും ശ്രമിക്കും. വിദ്യാഭ്യാസ മന്ത്രി, മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള തരത്തിലാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാഷിനിപ്പോൾ കുറേ പ്രോജക്റ്റുകൾ ഇംപ്ലിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ലക്ഷ്യം വെക്കുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കായിരിക്കും. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൂടി ക്ലബ് ചെയ്ത് പറയാം. അതായത് മതനിരപേക്ഷത, ഫെഡറലിസം എന്നുള്ളത് മനസ്സിൽ ഉയർത്തണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെ മെച്ചപ്പെടണം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സാങ്കേതികത്വം മെച്ചപ്പെടുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഉൾക്കാമ്പ് വരെ മെച്ചപ്പെടത്തക്ക രീതിയിൽ വിദ്യാഭ്യാസം മാറ്റിയെടുക്കണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ ആ ദിശയിലല്ല, നേരെ തിരിച്ചുള്ള ദിശയിലാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഊന്നൽ നൽകുന്നത് തന്നെയാണ്. നന്ദി മാഷേ, എല്ലാ ആശംസകളും. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് LDF മുന്നിൽ കാണുന്നത്. അതുതന്നെയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥിനും നമ്മോട് പറയാനുള്ളത്. ക്യാമറാമാൻ മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.